CPM പാർട്ടിക്ക് ഒരു അജണ്ടയുണ്ട്. അവിടെ വ്യക്തി സ്വാതന്ത്ര്യവും ഇല്ല. തലപ്പത്തുള്ളവർ എന്ത് പറയണോ അത് കേൾക്കുക, അതാണ് അവരുടെ അജണ്ട. ഇത് പറയാൻ കാരണം CPM-ലെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് വിജയരാഘവൻ. CPM-ലെ ഉയർന്ന നേതാവിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമേ MLA ആയ ഒരു സ്ത്രീയാണ് ബിന്ദു ടീച്ചർ. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ വീണ്ടും മത്സരിപ്പിക്കുന്നുമുണ്ട്. ഒരാൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ വേറൊരാളുടെ ഭാര്യയ്ക്കും എന്തായാലും സീറ്റ് കൊടുക്കണം. അതുകൊണ്ട് MP ഗോവിന്ദന്റെ ഭാര്യയ്ക്കും എന്തായാലും സീറ്റ് കൊടുത്തിട്ടുണ്ട്. MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരും മത്സരിക്കുന്നുണ്ട്. ഇലക്ഷൻ ആയപ്പോൾ CPM-ൽ കുറെ സ്ഥലത്ത് നല്ല സീറ്റിന് വേണ്ടിയിട്ട് തല്ലുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്കൊക്കെ കൊടുത്തപ്പോൾ വേറൊരാൾക്ക് കുരുപൊട്ടി. അത് വേറെ ആരുമല്ല, PK ശ്രീമതിയാണ്. അവർ ഇന്നലെ ഒരു ചെറിയ പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു CPM-ൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അതിൽ അതൃപ്തി വരുന്നത് എന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച് G സുധാകരനാണ്. അത്യാവശ്യം CPM-ൽ കുറച്ച് മാന്യനായിട്ടുള്ള നേതാവ് G സുധാകരനാണ്. വലിയ കക്കലോ പോലീസ് കേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ അഴിമതിയൊന്നും അധികം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ CPM പുറത്താക്കുകയും ചെയ്തു. ഇപ്പൊ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും വിചാരം UDF-ന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതാണ്. അല്ല, UDF-ന്റെ പിന്തുണയോടെയാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. അമ്പലപ്പുഴയിൽ സാധാരണ വിജയ സാധ്യതയില്ല. എന്തായാലും UDF-ന്റെ പിന്തുണ ഉള്ളതും കൊണ്ട് ഇനിയിപ്പോ G സുധാകരൻ ജയിക്കാനും സാധ്യതയുണ്ട്. അപ്പോഴും അവിടെ LDF-ന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോവുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ CPM-ന്റെ കോട്ട എന്ന് പറയുന്നത് തളിപ്പറമ്പ് തന്നെയാണ്. ഈ തളിപ്പറമ്പിൽ ജെയിംസ് 40,000 വോട്ടുകൾക്ക് ജയിച്ചതിന് പകരം അവിടെ MP ഗോവിന്ദൻ നിന്നുമ്പോൾ ഭൂരിപക്ഷം പകുതിയായിട്ട് കുറയുകയും ചെയ്ത്. അതേ മണ്ഡലത്തിൽ തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യനെ മത്സരിപ്പിക്കുന്നുമുണ്ട്. പാർട്ടിയിലുള്ള തലപ്പത്തുള്ള എല്ലാവരും അവരവരുടെ ഭാര്യമാരെ ഇപ്പൊ മത്സരിപ്പിക്കുകയാണ്. CPM-ന്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്കെല്ലാം രാഷ്ട്രീയത്തിന്റെ വാല് മൂട് അറിയാത്തവരെയൊക്കെ എല്ലാം പിടിച്ചിട്ട് വലിയ മന്ത്രിമാരാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം അതിൽ പ്രവർത്തിച്ചവർക്കെല്ലാം സ്വാഭാവികമായിട്ടും അതൃപ്തി വരും.